നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു പ്രോമിനൻറ്റ് കോഴ്സാണ് കമ്പനി സെക്രട്ടറിഷിപ്പ് അഥവാ CS. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ലക്ഷ്യയിലെ CS ഫാക്കൽറ്റി ആയിട്ടുള്ള ജോസ്ഫിൻ ടോണി നമ്മുടെ കൂടെയുണ്ട്. ഹായ് ജോസ്ഫിൻ. നമ്മൾ CAനെ പറ്റി കേട്ടിട്ടുണ്ട്, CMA പറ്റി കേട്ടിട്ടുണ്ട്. എന്താണ് CS? ആക്ച്വലി ഇപ്പം ഇന്ത്യയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ മൂന്നുമാണ് പൊതുവെ പറയപ്പെടുക. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ്. ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളും അവരുടെ കോർ ഏരിയ ഓഫ് ഫോക്കസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ആക്ച്വലി ഇന്ത്യയിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിങ്, ഇങ്ങനെയുള്ള ഏരിയയാണ് കുറച്ചും കൂടെ അവരുടെ കോർ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. കമ്പനി സെക്രട്ടറിഷിപ്പ് അഥവാ CS എന്ന് പറയുന്നത് ഇപ്പം അവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പനീസിന്. ഇപ്പം കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി, ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഒരു ലിസ്റ്റ് ചെയ്തൊരു കമ്പനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം സെബി റെഗുലേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് നിയമങ്ങൾ ഒരു കമ്പനി കംപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അന്നേരം ഈ ലീഗൽ കംപ്ലയൻസുകൾ, ഒരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ കംപ്ലയൻസുകൾ, അതാണ് ആക്ച്വലി ഒരു കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിൻ്റെ ഒരു കോർ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അന്നേരം ഈ CS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ഒരു പരിധി വരെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ആളുകൾ അത്ര അവെയർ അല്ലാത്ത ഒരു കോഴ്സാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ CS എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് ആളുകൾ കൂടുതലും ഇപ്പോഴും അവെയറായി വരുന്നേ ഉള്ളൂ. കാരണം ഇപ്പം ഈ കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ലാർജ് സ്കെയിലായിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ലാർജർ കമ്പനീസിലാണ് ഈ കമ്പനി സെക്രട്ടറീസിൻ്റെ റോള് കൂടുതലുള്ളത്. അന്നേരം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കോഴ്സാണ്. പക്ഷേ പല ആളുകൾക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം ഇടത്തരം കമ്പനീസ് അല്ല, കുറച്ചും കൂടി വലിയ കമ്പനീസിനാണ് വേണ്ടത്. നമ്മൾ ഇടത്തരം കമ്പനികൾക്ക് വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഇന്ത്യയിലിപ്പം കമ്പനിയായിട്ട് ഏത് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിപ്പോൾ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന നിയമം ആപ്ലിക്കബിൾ ആയിരിക്കും. അന്നേരം ഈ കമ്പനീസ് ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കമ്പനി സെക്രട്ടറിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരുടെ ആ ഒരു കരിയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ലിസ്റ്റഡ് കമ്പനിയിലാണ് അത് കൂടുതലും കണ്ടുവരിക. അന്നേരം അതാണ് ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നൊരു കോഴ്സ് ഇപ്പം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നേരം അവർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് കുറച്ചും കൂടെ ആളുകൾക്ക് അറിയാം. പക്ഷേ ഈ CS എന്ന് പറയുന്ന കോഴ്സ് ഇതായതുകൊണ്ട് തന്നെ കമ്പനീസ് ആണ് കൂടുതൽ ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ പബ്ലിക് അത്ര അവെയർ അല്ല. അന്നേരം ഇടത്തരം കമ്പനികൾക്ക് വേണ്ട എന്നുള്ളതല്ല, ലാർജ് സ്കെയിൽ കമ്പനീസിനാണ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ വരിക. ഓക്കെ, അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ ഒരു കമ്പനിയിൽ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒരാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് സെറ്റപ്പ് ചെയ്യാം. അന്നേരം കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ, ഈ ബിസിനസ് നിയമങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസ് ആവശ്യമായ ആളുകൾ ഒരു കമ്പനി സെക്രട്ടറിനെ അപ്രോച്ച് ചെയ്യും. അന്നേരം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കരിയറിനെ ബിൽഡ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും ഒരു കമ്പനി സെക്രട്ടറിനെ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നിയമത്തിലൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അന്നേരം അത് പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അവരുടെ സെബി റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് നോക്കാനും അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കമ്പനി സെക്രട്ടറിനെ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഇനി ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ പോലും കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ ക്യാപിറ്റൽ 10 കോടിയിൽ കൂടുതൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമ്മളൊരു കമ്പനി സെക്രട്ടറിനെ നിർബന്ധമായിട്ടും നമ്മുടെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യണം. അന്നേരം ഈ രണ്ട് രീതികളിലും നമ്മൾ കമ്പനി സെക്രട്ടറീസിനെ മാൻഡേറ്ററി ആയിട്ട് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യേണ്ട റിക്വയർമെൻ്റ് ഉണ്ട്. ഇനി ഇങ്ങനെ അല്ലാതെ തന്നെ നമ്മുടെ ഈ ക്രൈറ്റീരിയ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ നിയമ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയും ഫോളോ ചെയ്യാറുണ്ട്. അന്നേരം കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കമ്പനി സെക്രട്ടറീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ നമ്പറാണ്. അറൗണ്ട് ഒരു 70,000 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഇൻ ഇന്ത്യ വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് കമ്പനികളിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിങ്ങനെയുള്ള കമ്പനികൾ മാത്രമായിരിക്കണമെന്നില്ല. ആക്ച്വലി ഈവൻ നമ്മുടെ ലോ ഫേംസിൽ, ലീഗൽ ഫേംസിൽ കമ്പനി സെക്രട്ടറീസ് വർക്ക് ചെയ്യാറുണ്ട്.
ആക്ച്വലി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു രീതി ഇല്ലാന്നേ ഉള്ളൂ. നമ്മൾ പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പം ആക്ച്വലി LLB കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് അവരുടെ ഒരു പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരെ കമ്പനി സെക്രട്ടറിഷിപ്പിനെ കാണുന്ന ഒരു രീതിയുണ്ട്. കാരണം ഇപ്പം കോർപ്പറേറ്റ് ലോ പ്രാക്ടീസ് എന്ന് പറയുന്നത് ലോ പ്രാക്ടീസിൽ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അന്നേരം ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ അന്നേരം ഇവിടെയും അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഒരു പൊതുവെ CS പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ നോക്കുമ്പം 1-2 അഡ്വക്കേറ്റ്സിനൊക്കെ ഇപ്പോഴും കേരളത്തിനും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് കുറച്ചും കൂടെ അത് ഒരു അക്സെപ്റ്റഡ് പ്രാക്ടീസാണ്. അന്നേരം ഈവൻ LLB കഴിഞ്ഞ ഗ്രാജുവേറ്റ്സിനും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അവരുടെ ഇപ്പം കോർപ്പറേറ്റ് ലോയിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ CS എന്ന് പറയുന്ന ഒരു കോഴ്സ് അവരുടെ കരിയറിനെ ഒന്ന് അഡ്വാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അന്നേരം അങ്ങനെയുള്ള ലോ ഫേംസിൽ ജോയിൻ ചെയ്യുക, ഇതും നമുക്കൊരു CS കഴിഞ്ഞ ഒരാൾക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ LLB കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമല്ല, നമുക്ക് ഏത് ഗ്രാജുവേറ്റിന് ഇപ്പോൾ ഗ്രാജുവേഷൻ നിർബന്ധമാണോ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നേരെ നമുക്ക് CS ചെയ്യാം? അല്ല, അങ്ങനെ ഗ്രാജുവേഷൻ വേണമെന്ന് നിർബന്ധമില്ല. നമുക്കിപ്പം 2 റൂട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഇതിലേക്ക് വരാം. നമ്മളിപ്പം നമുക്കിതിന് 3 സ്റ്റേജാണുള്ളത്. അതായത് നമ്മുടെ CS CET എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ്, രണ്ടാമത് നമ്മൾ എക്സിക്യൂട്ടീവ് സ്റ്റേജ്, മൂന്നാമത് പ്രൊഫഷണൽ സ്റ്റേജ്. ഈ 3 സ്റ്റേജാണ് നമുക്കുള്ളത്. അന്നേരം നമുക്ക് ഒന്നെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ CS CET എഴുതി, എക്സിക്യൂട്ടീവ് സ്റ്റേജ് എഴുതി, പ്രൊഫഷണൽ സ്റ്റേജ് എഴുതി, ആ ഒരു രീതിയിലോട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്രോച്ച് ചെയ്യാം. ഇനി ഓൾറെഡി ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് CS CET ഇല്ലാതെ തന്നെ ഡയറക്റ്റ്ലി എക്സിക്യൂട്ടീവ് സ്റ്റേജ് നമുക്ക് പഠിച്ചു തുടങ്ങി പ്രൊഫഷണൽ സ്റ്റേജിലോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അന്നേരം ബോത്ത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും ഗ്രാജുവേറ്റ്സിനും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് CS എന്ന് പറയുന്നത്. ഈ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം CS, അതായത് +2 കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞ് CS എടുക്കുന്നതും അതിനുശേഷം അല്ലാതെ നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് CS എടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? അത് റെമ്യൂണറേഷൻ വരുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, റെമ്യൂണറേഷൻ വൈസ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇതിനകത്ത് +2 കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി വരുമ്പം ഉള്ളൊരു മെച്ചം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ടൈം സേവിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ഒരു കോഴ്സിലോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടൈം എടുക്കുന്നുണ്ട്. അതായത് +2 കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാം. പിന്നെ അഗെയിൻ പൊതുവേ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ്ലി വരുമ്പോഴും അവരെന്തെങ്കിലും ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാറുണ്ട്. അതാണ് നോർമലി ചെയ്യുന്ന ഒരു രീതി. ഈ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് ACCA ചെയ്യുന്ന സമയത്ത് കുറച്ച് പേപ്പേഴ്സിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ CS-ന് എക്സെപ്ഷൻസ് ഉണ്ടോ? ജനറലി എല്ലാ ഡിഗ്രികൾക്കും ഇല്ല. ഇപ്പം നമ്മളിപ്പം ഇതൊരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പം LLB കഴിഞ്ഞ ആളുകൾക്ക്, ബാക്കിയുള്ള ഡിഗ്രികൾക്കല്ല, LLB കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ LLBയിൽ പഠിക്കുന്ന ചില ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പർ CS-ൻ്റെ സെക്കൻഡ് സ്റ്റേജിലുണ്ട്. അതായത് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്ന സ്റ്റേജിലുണ്ട്. അന്നേരം അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് എക്സെപ്ഷൻസ് CS-ലുണ്ട്. പക്ഷേ അതല്ലാതെ നമ്മുടെ ACCA പോലുള്ള അത്ര എക്സെപ്ഷൻസ് നമ്മൾ CS കോഴ്സിലോട്ട് ഇല്ല. ഈ എക്സാംസ് ഒക്കെ എങ്ങനെയാണ്? ടഫ് ആണോ CA പോലെയൊക്കെ? എക്സാംസിൻ്റെ നമ്മുടെ ഒരു പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബാക്കി പ്രൊഫഷണൽ കോഴ്സുകളുടെ പോലെ തന്നെ, നമ്മുടെ CA പോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വലി എല്ലാ പേപ്പറും 40%, 40% മാർക്ക് മേടിച്ച് പാസ്സാകുക. എഗെയിൻ ബാക്കി പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പോലെ തന്നെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറാണ് ഇവിടെ വരുന്നത്. ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ, ഫൗണ്ടേഷൻ സ്റ്റേജിൽ അഥവാ CS CET സ്റ്റേജിൽ 4 പേപ്പറാണ് നമുക്കുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എക്സിക്യൂട്ടീവ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 4 പേപ്പറിൻ്റെ ഒരു ഗ്രൂപ്പും 3 പേപ്പറിൻ്റെ മറ്റൊരു ഗ്രൂപ്പുമാണ് നമ്മുടെ പുതിയ സിലബസിൽ വരിക. എഗെയിൻ നമ്മുടെ അതായത് പ്രൊഫഷണൽ സ്റ്റേജിലോട്ട് വരുമ്പോഴും ഈ ഗ്രൂപ്പ് സിസ്റ്റമാണുള്ളത്. അന്നേരം നമ്മൾ പാസ്സാകുമ്പോൾ ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഒരു പേപ്പറിന് 40%, ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് എല്ലാം കൂടെ അഗ്രഗേറ്റ് 50%, 50%. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിലൊരു പേപ്പർ ഫെയിൽ ആയാൽ അതിനകത്തൊരു അന്നേരം നമ്മുടെ അതിനെ അഫക്റ്റ് ചെയ്യും. ആക്ച്വലി നമ്മുടെ മൊത്തം ഗ്രൂപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അന്നേരം ഇനി നമ്മൾ എക്സാം ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് ടഫാണോ എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, സിലബസ് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു സിലബസാണ്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഉള്ള ടൈം കൺസ്ട്രെയിൻറ്റ് കുറച്ചുണ്ട്. ഒരു ചെറിയൊരു ടൈമിലാണ് നമ്മൾ ഈ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്.
അന്നേരം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ, അത് മറ്റേത് പ്രൊഫഷണൽ കോഴ്സുകളിലും ചെയ്യേണ്ടതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അല്ലാതെ നമ്മൾ ഒരു എക്സാമിൻ്റെ ഒരു ടുവാർഡ്സ് എൻഡ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതാണ് പല സ്റ്റുഡൻസിനും ആക്ച്വലി ഫെയിലിയർ വരാനുള്ള ഒരു റീസൺ. ആക്ച്വലി നമ്മൾ ആദ്യം തന്നെ ഒരു കോഴ്സിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് അധികം ടൈം എടുക്കാതെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അന്നേരം ആ ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ട് ആദ്യം തന്നെ ഇടുക എന്നുള്ളതാണ് സ്റ്റുഡൻസ് ഈ ഒരു ഏരിയയിൽ ആക്ച്വലി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ അധികം ടൈം എടുക്കാതെ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക്? എത്ര സമയം കൊണ്ട് CS കംപ്ലീറ്റ് ചെയ്യാം? അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ +2 കഴിഞ്ഞ് വരുന്ന ആളും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ആളും തമ്മിൽ ടോട്ടൽ ടൈം റിക്വയർഡിനകത്ത് വലിയൊരു വ്യത്യാസം വരുന്നില്ല. അറൗണ്ട് ഒരു നമ്മുടെ +2 കഴിഞ്ഞ് വരുന്ന ആൾക്ക് അറൗണ്ട് ഒരു 3.5 കൊല്ലം എടുക്കുമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ആൾക്ക് ഒരു 3 കൊല്ലം, ആ ഒരു അങ്ങനെ ഒരു ചെറിയൊരു ടൈം ഫ്രെയിം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇതിനകത്ത് നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ 3 എക്സാമുകളുടെ ഇടയിൽ നമ്മൾ ആക്ച്വലി ഒരു 21 months ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അതായത് ഈ പ്രൊഫഷണൽ കോഴ്സുകളായതുകൊണ്ട് തന്നെ നമ്മൾ തിയററ്റിക്കലി പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇത് പ്രാക്ടിക്കലി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിൻ്റെ കൂടെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം അതിന് ഈ ഒരു കോഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഈ പ്രാക്ടിക്കൽ ലേണിങ്ങിന്. അന്നേരം അതിന് അറൗണ്ട് ഒരു 21 മാസം സമയം നീളുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. അന്നേരം ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അന്നേരം അറൗണ്ട് ഒരു 3 to 3.5 years ആണ് നമ്മൾ എല്ലാ എക്സാമുകളും പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം ആയിട്ട് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഫസ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്കെ എത്ര സാലറി കിട്ടും? എഗെയിൻ സാലറീൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. എന്നാലും നമുക്കൊരു 50,000 to 1 lakh എന്നുള്ള രീതിയിൽ പറയാം. അതും പക്ഷേ എഗെയിൻ നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകളിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിപ്പം CA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കോഴ്സുകളിൽ നമ്മൾ സ്റ്റാർട്ടിങ് സാലറീനെക്കാട്ടിലും കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കേണ്ടത്. കാരണം നമ്മളിപ്പം LLB എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ലോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെ CS നോക്കണ്ട, അല്ലാതെ നമ്മുടെ ജനറൽ ലോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഏറ്റവും അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷേ അത് ഓവർ ദ ഇയേഴ്സ് അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇമ്മൻസ് ആണ്. അന്നേരം അത് തന്നെയാണ് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒക്കെ തന്നെ പ്രത്യേകത. അന്നേരം സ്റ്റാർട്ടിംഗ് സാലറിയും നമുക്ക് മാന്യമായ ഒരു ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ബെറ്റർ ആക്കാനുള്ള ഒരു ശമ്പളമൊക്കെ മാന്യമായിട്ടുള്ള ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ, ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്ത് നമ്മുടെ ബ്രാൻഡ് വാല്യൂ ബെറ്റർ ആവുന്നതോടൊപ്പം നമ്മുടെ റവന്യൂ പൊട്ടൻഷ്യലും വല്ലാണ്ട് അങ്ങ് ഗ്രോ ചെയ്യുവാണ്. അതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്ത് തരത്തിലുള്ള ഗ്രോത്ത് ആണ് ആക്ച്വലി? ഗ്രോത്ത് എന്ന് പറയുമ്പം നമുക്ക് 2 ആംഗിൾ നോക്കാം. ഇപ്പോൾ ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ളൊരു കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫുൾ ടൈം കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ പ്രാക്ടീസിങ് ആയിട്ടുള്ള ഈ 2 ആംഗിൾ നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് തിങ് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നു അത് ചെയ്യുന്നു അതല്ല. അതിനെക്കാട്ടിലും കൂടുതൽ ഒരു അനലിറ്റിക്കൽ മൈൻഡ് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയ ഓഫ് ജോബാണിത്. അന്നേരം സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്തോറും, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, ആദ്യത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്തു, നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അതിനകത്ത് ആ ഗ്രോത്ത് സബ്സ്റ്റാൻഷ്യലാണ് എംപ്ലോയ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ. ഇനി പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫേം ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് റൺ ചെയ്യുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി മാത്രമായിട്ടല്ല, നമ്മൾ ഒരുപാട് കമ്പനികളുടെ ലീഗൽ കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയാണ്. അന്നേരം നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടുന്തോറും ഇപ്പം കേട്ടറിഞ്ഞ് കൂടുതൽ കമ്പനീസ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരും. അന്നേരം ഓരോ കമ്പനീസിൻ്റെ അടുത്തും നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഫീസ് ചാർജ് ചെയ്ത് അന്നേരം ഇതിനൊരു നമുക്കൊരു ഗ്രോത്തിന് ഒരു ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണോ, എത്രത്തോളം നമ്മൾ ഇതിനകത്ത് സ്കിൽഡ് ആണോ, ലീഗൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എത്രത്തോളം കേപ്പബിൾ ആണോ, അത്രത്തോളം നമുക്ക് ഗ്രോ ചെയ്യാം. അതാണ് ഇതിനകത്ത് ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു ഗ്രോത്ത്. എക്സാക്ട്ലി. CS നെ പറ്റി ഒരുപാട് നോളേജ് ഞങ്ങൾക്ക് ജോസ്വിൻ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.